ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിൽ ഇന്ന് മുതൽ കൃഷ്ണായനം എന്ന പുസ്തകമാണ് വായിക്കുന്നത്. തുളസി കോട്ടുക്കലാണ് ഇതിൻ്റെ രചയിതാവ്. പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ആണ്. ഈ കൃഷ്ണായനം എന്ന ബുക്ക് എൻ്റെ ഒരു ചേച്ചിയാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ വായിക്കാൻ വേണ്ടി. നിർഭാഗ്യവശാൽ കൃഷ്ണായനത്തിൻ്റെ 1-ാം ഭാഗവും 5-ാം ഭാഗവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങൾ വായിക്കാൻ നിർവാഹമില്ല. 1-ാം ഭാഗത്തിൽ മിക്കവാറും ശ്രീകൃഷ്ണ ജനനവും ശ്രീകൃഷ്ണ ലീലകളുമൊക്കെ ആയിരിക്കാം. അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കൃഷ്ണാസ് സ്റ്റോറി ടൈമിൽ ശ്രീകൃഷ്ണൻ എന്നൊരു പുസ്തകമാണ് ഞാൻ ആദ്യം വായിച്ചത്. അതിൽ ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ ശ്രീകൃഷ്ണ കഥ മുഴുവനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ കേട്ടാലും മതിയാവും. അപ്പോൾ ഈ കൃഷ്ണായനം എന്ന ബുക്ക് വായിക്കുന്നത് ശ്രീകൃഷ്ണ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണായനം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പ്രലംബവധം. കാളിയമർദ്ദനം കഴിഞ്ഞതോടെ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനും ഉദ്ധാരകനുമാണ് കണ്ണനെന്ന് യദുകുലവാസികൾ വിശ്വസിച്ചു തുടങ്ങി. കാട്ടുതീ മുഴുവൻ കണ്ണൻ ഭക്ഷിക്കുന്നത് അവർ കണ്ടതാണ്. വിഷ്ടപ്പനാഥൻ്റെ ശക്തി എന്തെന്ന് വൃന്ദാവനവാസികൾ അറിഞ്ഞു. എന്നാൽ മായാലീലകൾ ആടുവാൻ മുരളീനാഥൻ തുളസീവനവാസികളെ മായയിൽ പൊതിഞ്ഞു നിർത്തി. ഭൂമിയെ നിഷ്കണ്ടകമാക്കുക എന്നതാണല്ലോ പ്രപഞ്ചനാഥൻ്റെ പരമോദ്ദേശ്യം തന്നെ. അതുകൊണ്ട് മാനവനെ പോലെ ലീലകളാടി സച്ചിദാനന്ദമൂർത്തി വൃന്ദാവനത്തിൽ പ്രഭാത സൂര്യനെ പോലെ തിളങ്ങി. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. കാളിയൻ ഒഴിഞ്ഞു പോയതോടെ കാളിന്തിയുടെ കര സസ്യസമൃദ്ധമാകുവാൻ തുടങ്ങി. വൃക്ഷങ്ങൾ തളിരണിഞ്ഞു. ഭൂമി പുളകം ചൂടി. പൂത്തുമ്പികളും പൂമ്പാറ്റകളും പൂന്തേനുണ്ണുവാൻ കാളിന്തി തടത്തിൽ പറന്നു നടന്നു. നിർമ്മലമായ കാളിന്തി ജലം മൃഗങ്ങൾ അമൃതുപോലെ കുടിച്ചു. വിഷമിറങ്ങിയ കാളിന്തി ആരോഗ്യപൂർണയായി, സൗന്ദര്യവതിയായി, വിലാസലോലയായി, സാഗരോന്മുഖിയായി. ബലരാമനും കണ്ണനും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഗോവർദ്ധനത്തിൻ്റെ താഴ്വരകളിലേക്ക് കടന്നു. ധാരാളം ഗോക്കൾ വൃന്ദാവനത്തിന് അഴക് പകരുവാനുണ്ടായി. ധേനുക്കൾ യഥാസമയം പ്രസവിച്ചു. കാലിക്കിടാങ്ങൾക്ക് മരണമില്ലെന്നു തന്നെ പറയാം. പ്രപഞ്ചനാഥൻ വസിക്കുന്നിടത്ത് മരണത്തിന് പ്രവേശിക്കുവാൻ അനുവാദമില്ലല്ലോ. ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ ഹരിതതൃണം തഴച്ചു വളർന്നു. വൻമരങ്ങൾ ഛായ വിരിച്ചു താഴ്വരയ്ക്ക് തണുപ്പേകി. ഹരിതനീല ഗോവർദ്ധനത്തിന് നവോന്മേഷം തന്നെ നൽകി. ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിലൂടെ ചുറ്റി നടക്കുക കണ്ണന് ഏറ്റവും പ്രിയമുള്ള കാര്യമായിരുന്നു. വെറുതെ അങ്ങ് നടക്കുകയല്ല, പൂങ്കുയിലുകളുടെ ഗാനത്തിനൊത്ത് പാടും, പൂമ്പാറ്റകളുടെ നൃത്തത്തിനൊത്ത് താളം ചവിട്ടും. കേകികൾ നൃത്തം ചെയ്യുന്നത് അനുകരിച്ചു. തൃണപ്പരപ്പിൽ കണ്ണനും നൃത്തം ചെയ്യും.
വണ്ടിണകളോട് സ്വകാര്യമോതി വണ്ടാരൻ കോഴികളോട് കളി പറഞ്ഞ് വസുമതിക്ക് ആനന്ദമേകി വാസുദേവൻ വനതടം കണ്ടു നടന്നു. തുളസി നന്നേ തഴച്ചു വളരുന്ന ഇടമായിരുന്നു വൃന്ദാവനം. പേരു തന്നെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്നു. കേശവന് ഏറെ പ്രിയമായിരുന്നു തുളസി. തുളസിക്കതിർ മെത്തയിൽ വെക്കണമെന്ന് കണ്ണൻ അമ്മയോട് ശാഠ്യം പിടിച്ചിരുന്നു. ചന്ദനം പൂക്കുന്ന താഴ്വരയിൽ ചന്ദനമരത്തണലിൽ കിടന്ന് നീലാകാശം കാണുക കണ്ണന് പ്രിയപ്പെട്ട വിനോദമാണ്. കാദംബം കണ്ണു തുറക്കുന്നത് കണ്ടു നിൽക്കുവാൻ കണ്ണന് പ്രിയമേറെയാണ്. എന്നും വൃക്ഷങ്ങൾ കണ്ണൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വനത്തിലെ വൻമരങ്ങളുമായി സ്വകാര്യമോതി നടക്കുന്ന കണ്ണിന് കർപ്പൂരമഞ്ചരിയാണ്. പ്രകൃതി ഭംഗി മനസ്സിന് ആനന്ദം കൊടുക്കുമ്പോൾ കണ്ണൻ വേണുപോതും. അനിതര സാധാരണമായ ആ നാദലഹരിയിൽ പ്രപഞ്ചത്തിന് പുതിയ മാനങ്ങൾ കൈവരും. കാട്ടുപക്ഷികൾ കണ്ണൻ്റെ പിന്നാലെ കൂടാറുണ്ട്. അവ എന്തോ സ്വകാര്യങ്ങൾ കണ്ണനോട് പറയാറുമുണ്ട്. കണ്ണൻ്റെ വദനത്തിൽ ഒരിക്കലും കോപം വരുകയില്ല. വന്നാലോ അത് ദുഷ്പ്രദർശ്യവുമാണ്. പക്വത വന്ന ഒരാളിൻ്റെ സന്തോഷകരമായ ആനന്ദമാണ് കൃഷ്ണനിൽ എപ്പോഴും തുടിച്ചു നിൽക്കുന്നത്. അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത ഒരു വികാരമാണ്. പ്രപഞ്ചപുരുഷന് സുഖദുഃഖ ഭേദമെവിടെ? താഴ്വര ഇറങ്ങി ഗോപാലൻ വരുന്നത് കണ്ടാൽ മയിലുകൾ പീലി വിരിച്ച് നൃത്തമാടുവാൻ തുടങ്ങും. മാഗന്ധം ആസ്വദിച്ച് കുയിലുകൾ പാടുവാൻ ആരംഭിക്കും. ചില ദിവസങ്ങളിൽ കണ്ണൻ ഒറ്റയ്ക്ക് ഗോവർദ്ധനത്തിൽ വരാറുണ്ട്. തളിരുപോലെ മൃദുവായ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരിടത്ത് തണൽ പറ്റിയിരിക്കും. കണ്ണൻ്റെ കൂട്ടുകാർ ഈ വരവ് അറിയുകയില്ല. ചിലപ്പോൾ ബാലന്മാർ യമുനയിൽ നീന്തി തടത്തിൽ ഈറൻ മാറുകയായിരിക്കും. അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് തണൽ പറ്റി മയങ്ങുകയാവും. ആനന്ദമൂർത്തി അവനിയൊരുക്കിയ തരുഛായാന്തരത്തിൽ പ്രവേശിക്കും. കോലക്കുഴലും ഓടക്കുഴലും ഒതുക്കി വയ്ക്കും. പത്മാസനത്തിലിരിക്കും. ആ സമയം കണ്ണനെ ഒരു നോക്ക് കാണുവാൻ സാധാരണ കണ്ണുകൾക്ക് കഴിയുകയില്ല. തേജസ്സുകൊണ്ട് മാംസചക്ഷുസ്സുകൾ കരിഞ്ഞു പോകും. തമസിൽ 1 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാൽ കണ്ണൻ കത്തിജ്വലിക്കും. ഗോവർദ്ധനം നൂതന പ്രഭയിൽ കുളിച്ചു നിൽക്കും. അല്പസമയമേ കണ്ണൻ ധ്യാനത്തിലിരിക്കൂ. ധ്യാനമോചിതനായി പ്രപഞ്ചവിധാതാവ് ഒറ്റയ്ക്ക് വനം ചുറ്റും. ഭയം എന്തെന്ന് കമലാപതിക്ക് അറിയില്ല. ആ യാത്ര ഒരു നടനം തന്നെയായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. കംസന്റെ കൊട്ടാരത്തിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാവാത്ത ദിനങ്ങൾ ഇല്ല. അതൊന്നും ആ രാക്ഷസപ്രഭു വകവയ്ക്കുന്നില്ലെന്ന് മാത്രമേയുള്ളൂ. കാളിയൻ എന്ന സർപ്പത്തിൻ്റെ ദർപ്പം കണ്ണൻ അടക്കിയ കഥ ചാരന്മാർ മധുരേശനോട് വന്നു പറഞ്ഞു. കൗതുകത്തോടും ഭക്തിയോടുമാണ് കംസൻ വൃത്താന്തം ശ്രവിച്ചത്. അവൻ്റെ മനസ്സിൽ അവനറിയാതെ ഒരാദരവ് കണ്ണനോട് ഉണ്ടാവുകയും ചെയ്തു. ഒരു നിമിഷം മാത്രം. പൊടുന്നനെ ആ മനം മാറി. കോപം കയറി. കണ്ണനെ വധിക്കണമെന്ന ഭാവം മുറ്റി. എന്ത് മാർഗവും അതിനവലംബിക്കണമെന്ന് കംസൻ കരുതി. ഈ സമയത്താണ് മന്ത്രമണ്ഡപത്തിലേക്ക് പ്രലംബൻ കടന്നു വന്നത്. കംസൻ്റെ ദുഃഖം വടുകെട്ടിയ കണ്ണുകളും ക്ലമം തുറ്റിട്ട വദനവും കണ്ടപ്പോൾ പ്രലംബൻ കാര്യം ഊഹിച്ചു. വൃന്ദാവനത്തിലെ ഇത്തിരിയോളം പോന്ന കാലിച്ചെറുക്കൻ മധുരേശൻ്റെ ഉറക്കം കളയുന്നു. അവനെ ഇനിയും വെച്ചു പുലർത്തുവാൻ പാടില്ല. പ്രലംബൻ കംസനോട് പറഞ്ഞു. മഹാരാജാവേ, ആ മനസ്സ് ഞാൻ വായിക്കുന്നു. ഇതാ ഇപ്പോൾ തന്നെ വൃന്ദാവനത്തിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയായി. ആ കാലിച്ചെറുക്കൻ്റെ കഥയ്ക്ക് അടിവരയിടുകയാണ് ഞാൻ. അങ്ങ് സ്വസ്ഥനായി വസിച്ചാലും. പ്രലംബൻ വൃന്ദാവനത്തിലേക്ക് നടന്നു. സായാഹ്നമാകുന്നതേയുള്ളൂ. യമുനയുടെ കരയിൽ കുറേ ഉള്ളിലോട്ട് മാറി ഗോപാലബാലന്മാർ ഒരു കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ 2 സംഘങ്ങളായി പിരിഞ്ഞു. ഒരു സംഘം കൃഷ്ണൻ്റെ നേതൃത്വത്തിലും മറുസംഘം ബലരാമൻ്റെ നേതൃത്വത്തിലും. മത്സരത്തിൽ ജയിക്കുന്നവരെ തോറ്റവർ എടുത്തുകൊണ്ട് നടക്കണം.
യമുനാ തീരത്ത് നിൽക്കുന്ന ആൽ ചുവട് വരെയാണ് കൊണ്ടുപോകേണ്ടത്. പ്രലംബൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ബാലൻ്റെ വേഷത്തിൽ അവരുടെ അടുത്തെത്തി. മറ്റേതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ബാലൻ എന്നേ ഗോപാലന്മാർ കണക്കാക്കിയുള്ളൂ. എല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടു. ശക്തിമാനാണ്, ബാലന്മാരെ ചുമക്കുന്നതിന് വിരുദ്ധനും. ഇത്തവണ ബലരാമൻ്റെ പക്ഷക്കാരാണ് ജയിച്ചത്. ബലരാമനെ ആൽ ചുവട് വരെ ഒരാൾ ചുമന്നുകൊണ്ടു പോകണം. പ്രലംബൻ ധൈര്യമായി മുന്നോട്ട് വന്നു. ബലരാമൻ പ്രലംബൻ്റെ തോളിൽ കയറി. അപ്പോഴേ സീരിക്ക് സംശയമുണ്ട്. സാധാരണ ബാലൻ്റെ തോളിനുള്ള മൃദുത്വം ഈ കുട്ടിക്കില്ല. വ്യായാമം ചെയ്ത് ബലപ്പെടുത്തിയ കായകാഠിന്യമാണ് ആ ബാലനുള്ളത്. എങ്കിലും കളിയിലുള്ള രസം കൊണ്ട് മറ്റൊന്നും ഓർക്കാതെ സംഘർഷണൻ അവൻ്റെ തോളിൽ കയറിയിരുന്നു. പ്രലംബൻ ബലരാമനെ അംസത്തിൽ വഹിച്ച് നടന്നു. കുട്ടികൾ ആർത്തു ചിരിച്ചു. പ്രലംബൻ്റെ മനസ്സിൽ ദൗഷ്ട്യം തല ഉയർത്തി. ആൽച്ചുവട്ടിലെത്തിയ പ്രലംബൻ ബലരാമനെ താഴെ ഇറക്കിയില്ല. അവൻ ഭാണ്ഡീര വനത്തിലേക്ക് കുതിച്ചോടുവാൻ തുടങ്ങി. ബലരാമൻ താഴെ ഇറങ്ങുവാൻ തരം കണ്ടില്ല. പ്രലംബൻ സർവശക്തിയുമെടുത്ത് ഓടി ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ എത്തി മേൽപോട്ടുയർന്നു. ബലരാമന് കാര്യം ബോധ്യമായി. രാക്ഷസൻ്റെ മായയറിഞ്ഞ സംഘർഷണൻ മുഷ്ടി ചുരുട്ടി അവൻ്റെ മസ്തകത്തിൽ പ്രഹരിച്ചു. ഗോവർദ്ധനൻ്റെ കൊടുമുടി അടർന്ന ശിരസിൽ പതിക്കുന്നത് പോലെയാണ് പ്രലംബന് തോന്നിയത്. പെട്ടെന്ന് ഉയർന്നു പൊങ്ങുവാനാവാതെ രാക്ഷസൻ താഴ്വരയിൽ ഒരിടത്തിരുന്നു. ആദ്യ പ്രഹരത്തിൽ തന്നെ അവൻ്റെ പ്രാണൻ പിടച്ചിരുന്നു. ബലരാമൻ രണ്ടാമതും പ്രഹരിച്ചതോടെ പ്രലംബൻ്റെ ജീവനും അവനോട് വന്ദനം പറഞ്ഞു പിരിഞ്ഞു. തേജസ്സാർന്ന ഒരു രൂപം അവിടെ തെളിഞ്ഞു വരികയും ചെയ്തു. ബലരാമനെ കാണാതായപ്പോൾ കുട്ടികളുടെ സന്തോഷം പോയി. അവർ കേശവൻ്റെ ചുറ്റും ഒത്തുകൂടി. കണ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠനെ ആർക്കും ഒന്നും ചെയ്യുവാനാവില്ല. വിഷമിക്കരുത് നിങ്ങൾ, നമുക്ക് വനത്തിലേക്ക് പോകാം. കണ്ണനും ബാലന്മാരും വനതടത്തിൽ കടന്നു. കഥകൾ അറിയുന്ന കവനരൂപൻ കൗമാരോത്സുകനായി ബലരാമൻ്റെ സമീപത്തേക്ക് നടന്നു. അപ്പോൾ താഴ്വരയുടെ ഒരു ഭാഗത്തു നിന്ന് രക്തമണിഞ്ഞ താമരമാല മാറിൽ വിടരുന്നതുപോലെ ശോഭിക്കുന്ന ബലരാമൻ കയറി വരികയായിരുന്നു. അതാ ബലരാമൻ, ബാലന്മാർ വിളിച്ചു പറഞ്ഞു. ഗോപബാലന്മാർക്ക് സന്തോഷമായി. ആപത്തില്ലാതെ ബലരാമനെ കണ്ടുവല്ലോ. സംഘർഷണൻ ഗോപാലരെ അങ്ങോട്ട് ക്ഷണിച്ചു. അവർ കണ്ണനുമൊത്ത് താഴ്വര ഇറങ്ങി പ്രലംബൻ മരിച്ചു കിടക്കുന്ന ഭാഗത്തെത്തി. ഭീഷണമായ ആ രാക്ഷസ ശരീരം കണ്ട് ബാലന്മാർ ഭയന്നു. ദംഷ്ട്രകൾ പുറത്തേക്ക് തള്ളി. കറുത്ത രോമാവൃതമായ മാറിടത്തിൽ രക്തം കട്ടകെട്ടി തല തകർന്നു കിടക്കുന്ന ആ രൂപം ആർക്കും ഭയാനകമായിരുന്നു. ബാലന്മാർ ചോദിച്ചു, ഈ ഭീകരശരീരം എങ്ങനെ ഇവിടെ വന്നു? ബലരാമൻ പറഞ്ഞു, ഇവനാണ് എന്നെയും എടുത്തുകൊണ്ട് ഓടിയത്. ഇവിടെ വന്നപ്പോൾ ഞാനൊരു തട്ടുകൊടുത്തു. അപ്പോഴേ തല പൊട്ടി ചത്തു വീണു. ഇവന്മാർക്കെല്ലാം ഈ രൂപമേയുള്ളൂ. തൊട്ടാൽ മതി ചാവാൻ. നമ്മുടെ ധേനുക്കളുടെ ബലം പോലുമില്ല. ബാലകന്മാർക്ക് അതിഷ്ടമായി. അവരുടെ ഭയം കുറഞ്ഞു. ആ ഭീകര ശരീരത്തെ അവർ കുറച്ചുകൂടി അടുത്തു ചെന്ന് കണ്ടു. ചിലർ ചന്ദ്രക്കല പോലെ വെളുത്തു വളഞ്ഞ ആ ദംഷ്ട്രയിൽ തൊട്ടു നോക്കാതെയും ഇരുന്നില്ല. എന്തൊരു മിനുസമാണ് ആ വലിയ പല്ലുകൾക്ക്! കണ്ണനും ബലരാമനും കുട്ടികളുടെ വാക്കുകൾ കേട്ട് ചിരിച്ചു. അവർ താഴ്വര കയറി തടത്തിൽ വന്നു. യമുനയുടെ കരയിൽ ഗോക്കൾ കണ്ണൻ്റെ മുരളീഗാനത്തിന് കാതോർത്ത് നിൽക്കുകയായിരുന്നു. ബാലന്മാർ ഭവനത്തിലെത്തിയപ്പോൾ തന്നെ രാക്ഷസൻ്റെ കഥ പറഞ്ഞു. കഥ കേട്ട് ഗോപാലന്മാർ നന്ദൻ്റെ ഭവനത്തിലെത്തി. ബലരാമനും കണ്ണനും രാക്ഷസവധം പറഞ്ഞതേയില്ല. ഗോപാലർ വന്നപ്പോഴാണ് നന്ദൻ വിവരമറിയുന്നത്. സംഭവമറിഞ്ഞ് നന്ദനും വൃഷഭാനുവും വിഷമിച്ചു. എങ്കിലും കണ്ണനും ബലരാമനും യദുകുലത്തിൻ്റെ സംരക്ഷകരാണെന്ന് അവരുറച്ചു. ഗോപാലന്മാർ ദീപയഷ്ടികളുമായി വനത്തിലേക്ക് നടന്നു. അവർ ഭാണ്ഡീര വനത്തിൻ്റെ താഴ്വരയിൽ പ്രലംബൻ്റെ ശരീരം കണ്ടു.
പിറ്റേന്ന പ്രഭാതത്തിൽ തന്നെ ഭീകരമായ ആ ശരീരം പലതായി മുറിച്ച് ചുടണമെന്ന് യാദവർ തീരുമാനിച്ചു. ആ രാക്ഷസന്റെ ഭീകര ശരീരത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങി. ചാരന്മാർ വഴി പ്രലംബൻ മരിച്ച വിവരം കംസൻ അറിഞ്ഞു. ഭാണ്ഡീര വനത്തിൽ വെച്ചാണ് സംഭവം നടന്നത്. കണ്ണൻ എന്ന കാലിച്ചെറുക്കനല്ല പ്രലംബനെ കൊന്നതെന്നും രോഹിണിയുടെ മകനായ ബലരാമൻ എന്ന് വിളിക്കുന്ന ഒരു ബാലനാണ് പ്രലംബന്റെ കാലനായതെന്നും ചാരന്മാർ കംസനെ അറിയിച്ചു. ഈ വിവരം അറിഞ്ഞ മധുരേശന്റെ മനസ്സ് അധികം വ്യാകുലമായി. കംസൻ ഓർത്തു, അശരീരി അനുസരിച്ച് ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് തന്നെ നിഗ്രഹിക്കേണ്ടത്. അത് തെറ്റി. അവൾക്ക് ജനിച്ചതൊരു പെൺ പൈതലായിരുന്നു. ആ പൈതൽ പറഞ്ഞ വാക്കുകൾ സാർത്ഥകമാണ്. പക്ഷേ കണ്ണനോടൊപ്പം ബലവാനായ മറ്റൊരു ബാലനോ? അവനാണ് ധേനുകനെയും വധിച്ചതെന്ന് ചാരന്മാർ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ തനിക്ക് ശക്തരായ 2 പ്രതിയോഗികൾ ഉണ്ടെന്നല്ലേ ധരിക്കേണ്ടത്? വൃന്ദാവനവും വ്രജഭൂമിയിലെ മറ്റ് ഗ്രാമങ്ങളും മധുരേശന് എതിരാവുന്നുവെന്നോ? കംസന്റെ ബലത്ത ദന്തങ്ങൾ കൂട്ടിയിറുമ്മി. കണ്ണുകളിൽ നിന്ന് അഗ്നിപ്പൊരി പാറി. ഇങ്ങനെ പോയാൽ വേണ്ടതെന്തെന്ന് ചിന്തിച്ചുറച്ച കംസൻ സിംഹത്തെ പോലെ എഴുന്നേറ്റു. ഉറച്ച കാൽവെപ്പുകളോടെ അന്തഃപുരത്തിലേക്ക് നടന്നു. ഗർഗാചാര്യനെ പ്രലംബമരണം അറിയിച്ചത് അക്രൂരനായിരുന്നു. അവൻ്റെ മരണം മധുരയിലെ യാദവർ ഗൂഢമായ സന്തോഷത്തോടെയാണ് കേട്ടത്. ഗർഗൻ അക്രൂരനോട് പറഞ്ഞു, പ്രലംബൻ നിസ്സാരനല്ല. പക്ഷേ വിധി വൈപരീത്യം തടയുവാനാവില്ലല്ലോ. എന്തായാലും അവന് മോക്ഷം ലഭിച്ചു. ഗർഗാചാര്യൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ അക്രൂരൻ ചോദിച്ചു, പ്രലംബന് മോക്ഷമോ ആചാര്യ? എന്താണ് അങ്ങനെ? ആചാര്യൻ പറഞ്ഞു, പ്രലംബൻ നിസ്സാരനല്ല. അവൻ്റെ പൂർവ്വ ജീവിതകഥ ഞാൻ പറഞ്ഞു തരാം. വൈശ്രവണന് ചൈത്രമെന്നു പേരുള്ള അതിമനോഹരമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു. വിശിഷ്ടവും പരിമള നിർഭരവുമായ അനേകം കുസുമങ്ങൾ ആ ഉദ്യാനത്തിലുണ്ടായിരുന്നു. നിറവും ഗന്ധവും കൊണ്ട് ലോകോത്തരങ്ങളായ ആ പുഷ്പങ്ങൾ ശിവപൂജയ്ക്ക് വേണ്ടിയാണ് വൈശ്രവണൻ സൂക്ഷിച്ചിരുന്നത്. പുഷ്പങ്ങൾ ആരും മോഷ്ടിക്കാതിരിക്കുവാനും ഉദ്യാനം സംരക്ഷിക്കുവാനും വൈശ്രവണൻ യക്ഷന്മാരെ കാവലേർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ കാവൽ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. പുഷ്പങ്ങൾ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. വിവരമറിഞ്ഞ കുബേരൻ ക്രോധാവേഗനായി ഇങ്ങനെ ശപിച്ചു, ചൈത്രോദ്യാനത്തിൽ കയറി ഇനി പൂക്കൾ മോഷ്ടിക്കുന്നതാരായാലും അവൻ അസുരനായി ഭവിക്കും. പച്ച മാംസം തിന്ന് വനത്തിൽ അലയുകയും ചെയ്യും. ശാപകഥ എല്ലാവരും അറിഞ്ഞു. ദിവസങ്ങൾ ചിലത് കൊഴിഞ്ഞു വീണു. ഒരു ദിവസം പ്രശസ്തനും ഭക്തനുമായ ഹൂഹുവിൻ്റെ മകൻ വിജയൻ ആ വഴി വന്നു. വിജയൻ വിഷ്ണു ഭക്തനാണ്. സർവ്വസമയവും അവൻ വിഷ്ണുനാമങ്ങൾ പാടിയാണ് നടക്കുന്നത്. ത്രികാലജ്ഞനും കാലത്തിൻ്റെ പരിണാമത്തിന് കാരണഭൂതനുമായ വിഷ്ണവനാഥനെ പൂജിക്കുവാൻ അർഹമായ പുഷ്പങ്ങൾ വിരിഞ്ഞു നിരന്നു നിൽക്കുന്നത് കണ്ട് വിജയൻ ഉദ്യാനത്തിൽ കടന്നു. വിഷ്ണുനാമം പാടിക്കൊണ്ട് ആദ്യത്തെ പൂ പറിക്കുവാൻ മുതിർന്നു. കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക? വിജയൻ അസുരനായി ഭവിച്ചു. കറുത്തു ഭീകരമായ ശരീരം അവനുണ്ടായിരുന്നു. നഖങ്ങൾ എഴുന്നു പിരിഞ്ഞു. ചെതുമ്പലുകൾ പോലെ ശരീരത്തിൽ പാടകൾ വന്നു. ദംഷ്ട്രകൾ വലുതായി. അവൻ അട്ടഹസിച്ച് ചിരിച്ചു. പെട്ടെന്നു തന്നെ വിജയന് തൻ്റെ ശാപകഥ ഓർമ്മ വന്നു. ദുഃഖാകുലചിത്തനായ വിജയൻ കുബേരനെ ശരണം പ്രാപിച്ചു. വിജയനിൽ സന്തുഷ്ടചിത്തനായ കുബേരൻ പറഞ്ഞു, വിജയ, നിന്നിൽ എനിക്ക് പ്രീതിയാണുള്ളത്. ദ്വാപരയുഗത്തിൽ യമുനാ തീരത്തുള്ള ഭാണ്ഡീര വനത്തിൽ വെച്ച് ക്രോധാത്മാവായ ബലരാമൻ നിന്റെ രാക്ഷസ രൂപം കളയും. ആസുരഭാവം മാറി നീ വിഷ്ണുഭക്തനായി പൂർണ്ണപദം പ്രാപിക്കും. വിജയൻ ശാപം ഏറ്റുവാങ്ങി. പ്രലംബനായി മധുരാനാഥൻ്റെ സുഹൃത്തായി വസിച്ചു. ബലരാമൻ്റെ തൃക്കരത്തിൽ നിന്ന് അവന് മോചനവും ലഭിച്ചു. ഗർഗാചാര്യൻ കഥ അവസാനിപ്പിച്ചു. വിജയൻ്റെ മോക്ഷകഥയോർത്ത് അക്രൂരൻ സ്വവസതിയിലേക്ക് നടന്നു. വഴിയിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം സംസാരിച്ചത്
പ്രലംബൻ്റെ മരണമായിരുന്നു. മധുരയടക്കം യദുകുലത്തിൻ്റെ സംരക്ഷണത്തിനായി ഒരാൾ ജനിച്ചിരിക്കുന്നതിൽ അവർ ഗൂഢമായി അഭിമാനം കൊണ്ടു. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.